നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മനോജിന് കുറച്ച് പണവും കിട്ടും. എന്തു പറയുന്നു? അതെങ്ങനെ വിൽക്കാൻ പറ്റും? വസ്തു അച്ഛന്റെ പേരിലല്ലേ? ഓ, അങ്ങനെ നിയമം. എടാ കൊച്ചനെ, നീ പണം വാങ്ങിയപ്പോ കുറച്ച് പേപ്പറിൽ ഒപ്പിട്ട് തന്നില്ലേ? അതിലേ ഈ നിയമങ്ങളൊക്കെയാ. അയ്യോ ഖാദർക്ക, പ്ലീസ് തൽക്കാലം അതൊന്നും വേണ്ട. ഞാൻ വാങ്ങിയ പണം എത്രയും വേഗം ഞാൻ തിരിച്ചു തന്നേക്കാം. ദേവി, ഇത് വസ്തു ആർക്കും വിൽക്കരുത് പ്ലീസ്. അവധി ഒരുപാടായി. എന്ത് പിണ്ണാക്കെങ്കിലും ആവട്ടെ, ഒരവധി കൂടി ഞാൻ തരും. 5 ദിവസം മാത്രം. അതിനകം എത്രയും പെട്ടെന്ന് പണം എത്തിച്ചിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ വിളിയും കൂവലും ഒന്നും ഉണ്ടാവില്ല. വസ്തു ഞാൻ വിറ്റിരിക്കും. അയ്യോ, പിന്നെ നിയമം ഉണ്ടാക്കിക്കൊണ്ട് നീ ഒന്ന് കോടതി കയറി ഇറങ്ങിയാ മതി. ഖാദർക്ക, ഹലോ. ഛേ, ഇനി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ വസ്തു അയാൾ മറിച്ചു വെക്കും. ഇപ്പവൻ ശരിക്കും വരണ്ടു. ഇനിയവൻ കട്ടോ മോഷ്ടിച്ചോണെങ്കിൽ പോലും പൈസ സംഘടിപ്പിക്കാൻ നോക്കും. എന്നാലും സാഗർ സാറിന്റെ ബുദ്ധിയാപാരം തന്നെ. എടോ ഖാദറെ, താൻ എന്റെ ബിനാമിയാ. എന്റെ പല ബിസിനസിന്റെയും ബിനാമി താനാ. പക്ഷേ ജഗനെ ഞാൻ പൂട്ടും. പക്ഷെ അവനാ കുറുപ്പ് സാറിന്റെ മോനല്ലേ? അതിനെന്താ? അല്ല, കുറുപ്പ് സാർ ഇത് അറിഞ്ഞാൽ? എങ്ങനെ അറിയും? അല്ല, ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ? ആരെങ്കിലും അല്ല, താനും ഞാനും അല്ലാതെ ഈ വിവരം മറ്റാർക്കും അറിയില്ല. കുറിപ്പറിഞ്ഞ അത് താൻ വഴിയേ അറിയൂ. എങ്കിൽ തന്നെ ഞാൻ ഇല്ലാതാക്കും. കൊന്നു കളയൂന്ന് മനസ്സിലായ? എന്നെ വിശ്വസിക്കാം, ഞാൻ ചതിക്കില്ല. എങ്കിൽ തന്റെ ജീവിതം അവസാനം വരെ സുരക്ഷിതമായിരിക്കും. പോട്ടെ. സാഗർ സാറ് ഇരട്ടച്ചങ്കനാ, ഇരട്ടച്ചങ്കൻ. അമ്മ ഏട്ടത്തേക്ക് നല്ല തിരക്കില്ല. ഉടനെയൊന്നും എന്തായാലും പുറത്തോട്ട് വരില്ല. ഹരിതയില്ല, അമ്മയില്ല. ഇനി പണം ഞാൻ കൈക്കലാക്കും.
എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്? എന്താടാ ഇവിടെ? അല്ല, ഞാൻ എന്റെ മുറിയിൽ ഞാനില്ലാത്തപ്പോ നിനക്കെന്താണ് കാര്യമൊന്ന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.